Very good morning to one and all. നമ്മുടെ 33ാമത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ സപ്ലൈയുടെ എലമെൻറ്റ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ് സപ്ലൈ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. In order to constitute the supply, the following elements are required to be satisfied. GST ആയിക്കോട്ടെ, അതായത് CGST ആയിക്കോട്ടെ, SGST ആയിക്കോട്ടെ, UTGST ആയിക്കോട്ടെ, സപ്ലൈ എന്ന് പറയുമ്പോൾ താഴെ പറയുന്ന എലമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ GST ആക്ട് പ്രകാരം അതിനെ എന്തായിട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ, സപ്ലൈ എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. സപ്ലൈയുടെ ഡെഫിനീഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ നിന്ന് സമ്മറൈസ് ചെയ്യുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആണെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ദ ആക്ടിവിറ്റി ഇൻവോൾവ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. ആക്ടിവിറ്റി ഒരു സപ്ലൈ ഓഫ് ഗുഡ്സ് ആയാലും സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നതിൽ ഒരു ആക്ടിവിറ്റി ഇൻവോൾവ്ഡ് ആയിരിക്കണം. അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണെങ്കിലും അവിടെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണം. The supply is for consideration unless otherwise specifically provided for. Schedule 1 specifically provides that the activities which shall be treated as supply even if such supply is made or agreed to be made without a consideration. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറയുന്നത് കൺസിഡറേഷനോട് കൂടിയിട്ടോ അല്ലെങ്കിൽ കൺസിഡറേഷൻ ഇല്ലാതെയോ ആവാം. പക്ഷെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒരു സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കണം, ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. കൺസിഡറേഷൻ ഇല്ലാത്ത ചില കേസുകൾ ഷെഡ്യൂൾ 1 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? അത് സ്പെസിഫിക് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ചില ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് സപ്ലൈ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അത് മെയ്ഡ് ഓർ അഗ്രി ടു ബി മെയ്ഡ് ഉണ്ടായതോ അല്ലെങ്കിൽ അതിനൊരു അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിന് കൺസിഡറേഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഏതൊക്കെയാണ് ആ സ്പെഷ്യലായിട്ടുള്ള പ്രൊവിഷൻസ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഷെഡ്യൂൾ 1 എന്ന് പറയുന്നതും ഷെഡ്യൂൾ 2 എന്ന് പറയുന്നതും ക്ലിയർ ആയിട്ട് തന്നെ സ്പെസിഫൈ ചെയ്ത് ഡിസ്കസ് ചെയ്തതാണ്. The supply is made in the course or furtherance of the business. ബിസിനസ് എന്ന് പറയുന്നതിൽ ഈ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറയുന്നത് ബിസിനസ് കോഴ്സിലോ അല്ലെങ്കിൽ ഫർദറൻസ് ഓഫ് ബിസിനസ്സിലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കണം. സപ്ലൈ ഈസ് മെയ്ഡ് ഇൻ ദ ടാക്സബിൾ ടെറിട്ടറി. അത് ആ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്, ഒരു ടാക്സബിൾ ടെറിട്ടറിയുടെ ഉള്ളിലായിരിക്കണം ആ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്. ദ സപ്ലൈ ഈസ് എ ടാക്സബിൾ സപ്ലൈ. സപ്ലൈ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം, ഒരു ടാക്സബിൾ സപ്ലൈ ആണെങ്കിൽ മാത്രമേ GST ആക്ട് പ്രകാരം അതിനെ സപ്ലൈ എന്ന് പറയുന്നുള്ളൂ. ദ സപ്ലൈ ഈസ് മെയ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ. അതുപോലെ തന്നെ സപ്ലൈ ചെയ്തിട്ടുള്ളത് ആരായിരിക്കണം, ഒരു ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സപ്ലൈ എന്ന് പറയുന്ന ഡെഫിനിഷൻ പ്രകാരം റിക്വയർഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ്. ഏതൊക്കെയാണ്? ആക്ടിവിറ്റി എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കാം. സപ്ലൈ ചെയ്യുമ്പോൾ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. ഇനി കൺസിഡറേഷൻ ഇല്ലാത്ത കേസുകൾ ഷെഡ്യൂൾ 1 പറഞ്ഞിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊവിഷൻ പ്രകാരമുള്ള ആക്ടിവിറ്റീസാണ്. സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ കോഴ്സിലോ അല്ലെങ്കിൽ ഫർദറൻസ് ഓഫ് ബിസിനസ്സിലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കണം. സപ്ലൈ എന്ന് പറയുന്നത് ടാക്സബിൾ ടെറിട്ടറി, ടാക്സബിൾ സപ്ലൈ, ടാക്സബിൾ പേഴ്സൺ, ഈ 3 കാര്യങ്ങളിലും ഇൻവോൾവ്ഡ് ആയിട്ടുള്ളൊരു സപ്ലൈ ആണെങ്കിൽ മാത്രമേ അതിനെ നമ്മൾ GST ആക്ട് പ്രകാരം എന്തായിട്ട് പറയുന്നുള്ളൂ, ടാക്സബിൾ എന്ന് പറയുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇത്രയാണ് നമ്മളുടെ GST ആക്ട് പ്രകാരം സപ്ലൈയിൽ ഉണ്ടായിരിക്കേണ്ട എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്നുള്ളതാണ്. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് ഗുഡ്സ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് സർവീസ് എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ 52 പ്രകാരം GST ആക്ട് 2017 എന്തിനെയാണ് ഗുഡ്സ് എന്ന് ഒന്നും കൂടി റിവൈസ് ചെയ്ത് പറയാണ്. അപ്പോൾ അതിന് ഗുഡ്സിൻ്റെ പ്രൊവിഷൻ വരുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 2 സബ്സെക്ഷൻ 52 പ്രകാരം ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതൊരു ഐറ്റംസിനെ നമ്മൾ എന്തായിട്ട് പറയാറുണ്ട്,
ഗുഡ്സ് എന്ന് പറയാറുണ്ട്. പക്ഷേ GST ആക്ട് പ്രകാരം ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 52 GST ആക്ട് 2017 പ്രകാരം ഡിഫൈൻ ചെയ്യുന്നത്. Goods means every kind of movable property other than money and securities, but includes actionable claim, growing crops, things attached to or forming part of the land which are agreed to be served before supply or under a contract of supply. അപ്പോൾ ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ള സെയിം ഡെഫിനിഷൻ തന്നെയാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 52ലും പറയുന്നത്. ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി മൂവബിൾ പ്രോപ്പർട്ടിയെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷേ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല? മണിയോ അല്ലെങ്കിൽ എനി ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസിനെ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് പറ്റില്ല? ഗുഡ്സ് ആയിട്ട് പറ്റില്ല. പക്ഷേ എന്ത് ഇൻക്ലൂഡ് ചെയ്യാം? ഒരു ആക്ഷണബിൾ ആയിട്ടുള്ള ക്ലെയിം, ഏതെങ്കിലും ഒരു ക്ലെയിം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ക്രോപ്സ് ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എനി ഫോം ഓഫ് അറ്റാച്ച്മെൻറ്റ് അതും നമുക്ക് എന്തായിട്ട് പറയാം? ഗുഡ്സ് എന്ന് പറയാം. അതോടൊപ്പം തന്നെ ഒരു ലാൻഡിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പാർട്ടുണ്ട്, അത് അഗ്രി ചെയ്തിട്ടുള്ളത് ഒരു സപ്ലൈനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അഗ്രിമെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ഓഫ് സപ്ലൈയിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കതിനെ എന്തായിട്ട് പറയാം? ഗുഡ്സ് എന്ന് പറയാം. അപ്പോൾ ഗുഡ്സിൻ്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് തന്നെ എല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കുക. സെക്ഷൻ 2 സബ്സെക്ഷൻ 52ൽ പറയുന്നത് മൂവബിൾ പ്രോപ്പർട്ടീസിനെ എല്ലാത്തിനെയും നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇൻക്ലൂഡ് ചെയ്യാത്ത 2 ഐറ്റംസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മണി ആൻഡ് ദ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ്. ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ആക്ഷണബിൾ ക്ലെയിംസ്, അതുപോലെ തന്നെ ഗ്രോയിങ് ക്രോപ്സ്, ലാൻഡിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എനി പാർട്ട് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി സർവീസസ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 102 ആണ്. GST ആക്ട് 2017 പ്രകാരം സെക്ഷൻ 2 സബ്സെക്ഷൻ 102 പ്രകാരം എന്തിനെയാണ് നമ്മൾ സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നത്? സർവീസ് മീൻസ് എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്, മണി ആൻഡ് സെക്യൂരിറ്റീസ്, ബട്ട് ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ദ യൂസ് ഓഫ് മണി ഓർ ഇറ്റ്സ് കൺവേർഷൻ ബൈ ക്യാഷ് ഓർ ബൈ എനി അതർ മോഡ് ഫ്രം വൺ ഫോം കറൻസി or denomination to another form currency or denomination for which a separate consideration is charged. Section 2 subsection 102 പ്രകാരം സർവീസ് എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഗുഡ്സ് എന്ന് പറയുന്നത്, അതായത് മൂവബിൾ പ്രോപ്പർട്ടി ആണ്, പക്ഷേ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ്? മണി ആൻഡ് സെക്യൂരിറ്റീസ്. അതല്ലാത്ത എല്ലാത്തിനെയും നമുക്ക് എന്തായിട്ട് പറയാം? സർവീസ് എന്ന് പറയാം. അതായത് അതർ ദാൻ ഗുഡ്സ്, ഗുഡ്സിൽ പറയാത്ത എല്ലാത്തിനെയും നമുക്ക് എന്തായിട്ട് പറയാം? സർവീസ് ആയിട്ട് പറയാം. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ എക്സ്ക്ലൂഡ് ചെയ്തത് എന്താണ്? മണി ആൻഡ് സെക്യൂരിറ്റീസ്. അത് ഏതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? അതർ ദാൻ ഗുഡ്സ്, മണി ആൻഡ് സെക്യൂരിറ്റീസ്. അത് വീണ്ടും നമ്മൾ സർവീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതർ ദാൻ ഗുഡ്സ്, മണി ആൻഡ് സെക്യൂരിറ്റീസ്, ഈ മൂന്നിനെയും ഒഴിവാക്കിക്കൊണ്ടാണ് സർവീസ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ സെക്ഷൻ 2 സബ്സെക്ഷൻ 102 പ്രകാരം വരുന്നത്. ബട്ട് ഇൻക്ലൂഡ്സ്, എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ദ യൂസ് ഓഫ് മണി ഓർ ഇറ്റ്സ് എ കൺവേർഷൻ ബൈ ക്യാഷ് ഓർ ബൈ എനി അതർ മോഡ്. മണിയോ അല്ലെങ്കിൽ ക്യാഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ അതിനെ ഇറ്റ് ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ദ യൂസ്, ഈ പറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള ഒരു പ്രവർത്തനം, അതായത് ക്യാഷോ അല്ലെങ്കിൽ കൺവേർഷൻ ഓഫ് ക്യാഷോ, അതും അല്ലെങ്കിൽ ഏതെങ്കിലും മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ആ ആക്ടിവിറ്റീനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? സർവീസ് ആയിട്ട് പറയുന്നത്. ഫ്രം വൺ ഫോം കറൻസി ഓർ ഡിനോമിനേഷൻ ടു അനദർ ഫോം, ഒരു ഫോമിൽ നിന്ന് കറൻസിയോ അല്ലെങ്കിൽ ഡിനോമിനേഷനെയോ വേറൊരു ഫോമിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ കറൻസി ഓർ ഡിനോമിനേഷൻ ഫോർ വിച്ച് സെപ്പറേറ്റ് കൺസിഡറേഷൻ ഈസ് ചാർജ്, വേറെ ഏതെങ്കിലും ഒരു കൺസിഡറേഷൻ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? സർവീസ് ആയിട്ട് പറയാം. അപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 102 പ്രകാരം സർവീസ് എന്ന് പറയുന്നത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്? നേരത്തെ നമ്മൾ 2 സബ്സെക്ഷൻ 52 പ്രകാരം ഗുഡ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ മണിയും ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസും സർവീസ് എന്ന് പറയുന്ന ഡെഫിനിഷനിൽ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്താണ്? മണിയോ അല്ലെങ്കിൽ
ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഒരു ഫോമിൽ നിന്ന് കറൻസിയോ ഡിനോമിനേഷനോ ആയിട്ട് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ കറൻസി അല്ലെങ്കിൽ ഡിനോമിനേഷൻ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് കൺസിഡറേഷൻ ആയിട്ട് ചാർജ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തായിട്ട് പറയാവുന്നതാണ്? സർവീസ് എന്ന് പറയാവുന്നതാണ്. ആസ് പെർ CGST Amendment Act 2018, സർവീസസ് ഇൻക്ലൂഡ് ഫെസിലിറ്റേറ്റിംഗ് ഓർ അറേഞ്ചിങ് ട്രാൻസാക്ഷൻ ഇൻ സെക്യൂരിറ്റീസ്. ഇനി ഒരു പുതിയൊരു അമെൻമെൻറ്റ് CGST Act 2018 പ്രകാരം വന്നിട്ടുണ്ട്. അതെന്താണ്? ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയും കൂടി നമ്മൾ എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? സർവീസ് എന്ന് പറയുന്ന ഡെഫിനിഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർവീസ് എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 102 പ്രകാരം എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്യുക. 2 മാർക്കിൻ്റെ ചോദ്യം ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, ദ കൺസിഡറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്നതിൽ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഫസ്റ്റ് പോയിൻ്റാണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. രണ്ടാമത്തെ എലമെൻ്റ് ആയിട്ടുള്ള സപ്ലൈ എന്ന് പറയുന്നതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസിഡറേഷൻ എന്തായാലും ഉണ്ടായിരിക്കണം. ഇനി കൺസിഡറേഷൻ ഇല്ലാത്ത ഷെഡ്യൂൾ 1 പ്രകാരമുള്ള ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. Consideration in relation to the supply of goods or service or both includes section 2 subsection 31 പ്രകാരം കൺസിഡറേഷൻ എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? എനി പേയ്മെൻറ്റ് മെയ്ഡ് ഓർ ടു ബി മെയ്ഡ് വെദർ ഇൻ മണി ഓർ അതർവൈസ് ഇൻ റെസ്പോൺസ് ടു ഓർ ഫോർ ദ ഇൻഡ്യൂസ്മെൻറ്റ് ഓഫ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് വെദർ ബൈ ദ റെസിപ്പിയൻ ഓർ ബൈ എനി അതർ പേഴ്സൺ but shall not be include any subsidy given by the central government or a state government. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്ലോസിൽ പറയുന്നത് എന്താണ്? ഈ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എനി പേയ്മെൻറ്റ് മെയ്ഡ് ഓർ ടു ബി മെയ്ഡ് ഇപ്പോൾ കൊടുക്കണമെന്ന് നിർബന്ധമില്ല, പിന്നീട് കൊടുത്താലും മതി. അതെങ്ങനെ കൊടുക്കണം? വെദർ ഇൻ മണി ഓർ അതർവൈസ്, പണമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൊടുക്കാം. ഇൻ റെസ്പെക്റ്റ് ഓഫ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൺസിഡറേഷൻ കൊടുക്കുന്നത്? ഇൻ റെസ്പോൺസ് ടു ഓർ ഫോർ ദ ഇൻഡ്യൂസ്മെൻറ്റ് ഓഫ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്തതിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കണം ഈ മോഡ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോഡ് ഓഫ് ക്യാഷ് ആയിട്ടോ കൊടുത്തിട്ടുണ്ടായിരിക്കേണ്ടത്. വെദർ ബൈ ദ റെസിപ്പിയൻ ഓർ ബൈ എനി അതർ പേഴ്സൺ, ആരാണ് കൊടുക്കേണ്ടത്? ആർക്കാണോ ഈ സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് കിട്ടിയിട്ടുള്ളത്, ആരാണോ റെസിപ്പിയൻ്റ് അദ്ദേഹമാണ് കൊടുക്കേണ്ടത്. by any other person but shall not include any subsidy given by the central government or a state government. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്താണ്? ഏതെങ്കിലും ഒരു സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സബ്സിഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കില്ല? കൺസിഡറേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. However, a deposit given in respect of the supply of goods or service or both shall not be considered as payment made for such a supply unless the supplier applies such deposit as consideration for the said supply. ഇനി ഒരു സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട്, അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസിന് റിലേറ്റഡ് ആണ് എന്നുണ്ടെങ്കിലും അതിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല? ഒരു കൺസിഡറേഷനായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അൺലെസ് ദ സപ്ലയർ അപ്ലൈസ് such a deposit as consideration for the said supply. ഇനി ഈ സപ്ലയർ അത് അപ്ലൈ ചെയ്യാണ്, അത് കൺസിഡറേഷനായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നുള്ള ഒരു അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്? നമുക്ക് കൺസിഡറേഷനായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ക്ലോസിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ക്യാഷോ അല്ലെങ്കിൽ റിലേറ്റഡ് ടു ദ ക്യാഷ് എനി മോഡ് ഓഫ് ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത് ഇപ്പോൾ കൊടുക്കണമെന്ന് നിർബന്ധമില്ല, പിന്നീട് കൊടുത്തതായാലും ആരാണ് കൊടുക്കുന്നത്? ഒരു റെസിപ്പിയൻ്റ് ആരാണോ ഈ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ആ റെസിപ്പിയൻ്റ് ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയാലും
എന്തായാലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി അല്ലാത്തൊരു പേയ്മെൻ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? കൺസിഡറേഷനായിട്ട് ട്രീറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഡെപ്പോസിറ്റാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല? കൺസിഡറേഷനായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു സപ്ലയർ അപ്ലൈ ചെയ്യാണ്, അത് ഒരു കൺസിഡറേഷനായിട്ട് ആ ഡെപ്പോസിറ്റ് കൺസിഡർ ചെയ്യണമെന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ട് പറയാം? അതിനെ കൺസിഡറേഷനായിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ക്ലോസിൽ പറയുന്നത് ദ മോണിറ്ററി വാല്യൂ ഓഫ് എനി ആക്ട് ഓർ ഫോർബെയറൻസ് നോട്ട് ഡൂയിങ് സംതിങ് in respect of or in response to or for the inducement of the supply of goods or service or both, whether by the recipient or by any other person, but shall not include any subsidy given by the central government or state government. രണ്ടാമത്തെ ക്ലോസിൽ എന്താണ് പറയുന്നത്? കൊടുത്തിരിക്കുന്നത് മോണിറ്ററി വാല്യൂ ആണ്, അതൊരു ആക്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫോർബെയറൻസ്, അതായത് നോട്ട് ഡൂയിങ് സംതിങ്, ഒരു കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മോണിറ്ററി വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അത് ഓർ ഇൻ റെസ്പോൺസ് ടു ഓർ ഫോർ ദ ഇൻഡ്യൂസ്മെൻറ്റ് ഓഫ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ ഒരു സർവീസ് എന്ന് പറയുന്നതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. വെദർ ബൈ ദ റെസിപ്പിയൻ ഓർ ബൈ എനി അതർ പേഴ്സൺ. ഈ കൺസിഡറേഷൻ കൊടുക്കേണ്ടത് ആരായിരിക്കണം? ഒരു റെസിപ്പിയൻറ്റോ അല്ലെങ്കിൽ റെസിപ്പിയൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവോ. ബട്ട് ഷാൽ നോട്ട് ഇൻക്ലൂഡ് എനി സബ്സിഡി ഗിവൺ ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇത്രയാണ് ഒരു കൺസിഡറേഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ 231 പ്രകാരം GST ആക്ട് 2017 പ്രകാരം കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി കൺസിഡറേഷൻ മേ ബി മോണിറ്ററി കൺസിഡറേഷൻ ഓർ നോൺ മോണിറ്ററി കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? മോണിറ്ററി കൺസിഡറേഷനോ അല്ലെങ്കിൽ നോൺ മോണിറ്ററി കൺസിഡറേഷനോ ആവാം. നമ്മൾ നേരത്തെ പറഞ്ഞു എനി മോഡ് ഓഫ് ക്യാഷ് എന്ന് പറയുന്നതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്? കൺസിഡറേഷനായിട്ട് ട്രീറ്റ് ചെയ്യാവുന്നത്. അതുകൊണ്ട് തന്നെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ആവാം? മോണിറ്ററി കൺസിഡറേഷനും നോൺ മോണിറ്ററി കൺസിഡറേഷനും ആവാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെയാണ് മോണിറ്ററി കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് എനി കൺസിഡറേഷൻ റിസീവ്ഡ് ഇൻ ദ ഫോം ഓഫ് മണി ആൻഡ് ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി ക്യാഷ് ബട്ട് ഓൾസോ ചെക്ക്, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഡ്രാഫ്റ്റ്, pay order, travelers checks, money order, postal or electronic remittance or any such similar instrument. Monetary consideration എന്ന് പറയുന്നത് മണി ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുകയോ കൺസിഡറേഷനായിട്ട് മണി കിട്ടുകയോ അല്ലെങ്കിൽ ഈക്വലൻ്റ് ടു മണി. ഈക്വലൻ്റ് ടു മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാവാം? ചെക്കാവാം, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, അല്ലെങ്കിൽ എനി പേ ഓർഡർ, ഡ്രാഫ്റ്റ്, ട്രാവലേഴ്സ് ചെക്ക്, മണി ഓർഡർ, പോസ്റ്റൽ ഓർഡർ, ഇലക്ട്രോണിക് റെമിറ്റൻസ്, ഇതിനെല്ലാം നമുക്ക് എന്തായിട്ട് പറയാം? മോണിറ്ററി ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് പറയാം. ഈക്വലൻ്റ് ടു മണിയാണ്. അങ്ങനെയുള്ളൊരു കൺസിഡറേഷനാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കതിനെയാണ് എന്തായിട്ട് പറയുന്നത്? മോണിറ്ററി കൺസിഡറേഷനായിട്ട് പറയുന്നത്. രണ്ടാമത് നമ്മൾ പറയുന്നത് എന്താണ്? നോൺ മോണിറ്ററി കൺസിഡറേഷനാണ്. ഈ നോൺ മോണിറ്ററി കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് മണി, നേരത്തെ പറഞ്ഞിട്ടുള്ള മോണിറ്ററി കൺസിഡറേഷനിൽ പെടാത്ത കൺസിഡറേഷനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? നോൺ മോണിറ്ററി കൺസിഡറേഷനായിട്ട് പറയുന്നത്. ഇറ്റ് മീൻസ് കോമ്പൻസേഷൻ ഇൻ കൈൻഡ് സച്ച് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ റിട്ടേൺ ഫോർ പ്രൊവിഷൻ ഓഫ് സർവീസ്, refraining or forbearing to do an act in return for provision of service, tolerating an act or situation in return for provision of a service, doing or agreeing to do an act in return for provision of service. പ്രൊവിഷൻ ഓഫ് സർവീസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? നോൺ മോണിറ്ററി കൺസിഡറേഷനായിട്ട് പറയുന്നത്. അതായത് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഇൻ കൈൻഡ്, അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യം. കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻ കൈൻഡ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? നോൺ മോണിറ്ററി കൺസിഡറേഷൻ ആയിട്ട് പറയുന്നത്. അതായത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത് ഇൻ റിട്ടേൺ ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ്, ഏതെങ്കിലും ഒരു പ്രൊവിഷൻ ഓഫ് സർവീസിനോട് കോമ്പൻസേഷനായിട്ട് ഒരു സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ചെയ്യുകയാണെങ്കിൽ. രണ്ടാമത്തെ കാര്യത്തിൽ പറയുന്നത് റിഫ്രെയിനിങ് ഓർ ഫോർബെയറിംഗ് ടു ഡു എൻ ആക്ട് ഇൻ റിട്ടേൺ ഫോർ പ്രൊവിഷൻ ഓഫ് സർവീസ്. ഒരു പ്രൊവിഷൻ ഓഫ് സർവീസിന് വേണ്ടിയിട്ട് ഫോർബെയറിംഗ്, നോട്ട് ഡൂയിങ് സംതിങ്, ഒരു കാര്യം ചെയ്യാതിരിക്കുക,
അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? നോൺ മോണിറ്ററി കൺസിഡറേഷൻ എന്ന് പറയാം. ടോളറേറ്റിംഗ് എൻ ആക്ട് ഓർ സിറ്റുവേഷൻ ഇൻ റിട്ടേൺ ഫോർ പ്രൊവിഷൻ ഓഫ് സർവീസ്. ഒരു പ്രൊവിഷൻ ഓഫ് സർവീസിനോട് റിട്ടേൺ ആയിട്ട് ഒരു ആക്ടിനോട് ടോളറേറ്റ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അതിൽ ഇൻവോൾവ്ഡ് ആയിട്ട് പോവുക, അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? നോൺ മോണിറ്ററി കൺസിഡറേഷൻ ആയിട്ട് പറയുന്നത്. ലാസ്റ്റായിട്ട് പറയുന്നത് ഡൂയിങ് ഓർ എഗ്രീയിങ് ടു ഡു എൻ ആക്ട് ഇൻ റിട്ടേൺ ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ്. ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതിലൊരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് നോൺ മോണിറ്ററി കൺസിഡറേഷൻ ആയിട്ട് പറയാം. അതിനൊരു ക്ലിയർ ആയിട്ടൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. എന്താണ് ആ എക്സാമ്പിൾ പറയുന്നത്? X agrees to construct 3 flats for Y on the land owned by Y, and Y agrees to provide 1 flat to X without any monetary consideration. ആ എക്സാമ്പിൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ നോൺ മോണിറ്ററി കൺസിഡറേഷൻ എന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. എക്സ് എന്ന് പറയുന്നത് എന്താണ് എഗ്രി ചെയ്തിട്ടുള്ളത്? 3 ഫ്ലാറ്റ് ഉണ്ടാക്കാനായിട്ടാണ് എക്സ് എഗ്രി ചെയ്തിട്ടുള്ളത്. ഫോർ വൈ ഓൺ ലാൻഡ് ഓൺഡ് ബൈ വൈ. വൈയുടെ ഓണർഷിപ്പിലുള്ള ഒരു ലാൻഡിൽ ആരാണ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? എക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. എത്ര ഫ്ലാറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്? 3 ഫ്ലാറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് വൈ അഗ്രീസ് ടു പ്രൊവൈഡ് 1 ഫ്ലാറ്റ് ടു എക്സ് വിത്തൗട്ട് എനി മോണിറ്ററി കൺസിഡറേഷൻ. പ്രത്യേകിച്ച് പൈസയൊന്നും കൊടുക്കാതെ വൈ എന്താണ് അഗ്രി ചെയ്യുന്നത്? ഒരു ഫ്ലാറ്റ് അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് അഗ്രി ചെയ്യുന്നു. ഇതിനെയാണ് എന്തായിട്ട് പറയുന്നത്? നോൺ മോണിറ്ററി കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് അഗ്രീസ് ടു കൺസ്ട്രക്ട്, വൈയുടെ ലാൻഡിൽ എക്സ് 3 ഫ്ലാറ്റ് ഉണ്ടാക്കി കൊടുക്കുകയും അതിലൊരു ഫ്ലാറ്റ് വൈ എക്സിന് ഓഫർ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് എന്തായിട്ട് പറയുന്നത്? നോൺ മോണിറ്ററി കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഒരു ടൈപ്പ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ് എന്ന് പറയുന്നതാണ് ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത എക്സാമ്പിൾ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പം നമ്മൾ ഇത്രയും ഗുഡ്സ് എന്താണെന്നും സർവീസ് എന്താണെന്നും അതുപോലെ തന്നെ കൺസിഡറേഷൻ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിളുകൾ കുറച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊവിഷൻസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കുറച്ച് പ്രൊവിഷൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പേജ് നമ്പർ 251 കുറച്ച് എക്സാമ്പിൾ ഉണ്ട്. എല്ലാം കേസ് സ്റ്റഡിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പവർ പോയിൻ്റ് ഒന്നും വെക്കുന്നില്ല. കേസ് സ്റ്റഡി ആയതുകൊണ്ട് ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. പക്ഷേ ഇത് പരീക്ഷയ്ക്ക് വരാനായിട്ട് ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, examine whether the following activities would amount to supply under CGST Act. CGST Act പ്രകാരം അത് സപ്ലൈ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയിൽ പെടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഞാൻ ചോദ്യം വായിക്കാം. വിശ്വൻ ഈസ് എൻ ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ ഇൻ മുംബൈ. ഹിസ് ബ്രദർ, എ ലോയർ ബൈ പ്രൊഫഷൻ, ഈസ് സെറ്റിൽഡ് ഇൻ USA. Vishwan has taken legal advice from him free of cost with regard to his family dispute. അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി ഡിസ്പ്യൂട്ടിന് വേണ്ടിയിട്ട് വിശ്വൻ എന്ന് പറയുന്ന പേഴ്സൺ എവിടെയാണ് താമസിക്കുന്നത്? മുംബൈയിലാണ് താമസിക്കുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു വയ്ക്കുക. ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ബ്രദർ എവിടെയാണ് സെറ്റിൽ ചെയ്തിട്ടുള്ളത്? USA പക്ഷേ അദ്ദേഹം ഒരു പ്രൊഫഷണലാണ്. എങ്ങനെയാണ്? അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്. അത് മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഒരു പേഴ്സണൽ ഡിസ്പ്യൂട്ടിന് വേണ്ടിയിട്ട് ഒരു സർവീസ് ആര് ചോദിക്കുന്നത്? വിശ്വൻ ചോദിക്കുന്നത്. ഇതിനെ നമുക്ക് സപ്ലൈ ആയിട്ട് പറയാനായിട്ട് സാധിക്കുമോ? നോട്ട് എ സപ്ലൈ ആസ് ദിസ് ഈസ് എ പേഴ്സണൽ മാറ്റർ. ഒരിക്കലും അതിനെ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കില്ല? സപ്ലൈ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. നോട്ട് ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ് ഓർ ദ ഫർദറൻസ് ഓഫ് ബിസിനസ്. അതിൻ്റെ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു എലമെൻറ്റിൽ അത് കോഴ്സ്, മൂന്നാമത്തെ എലമെൻറ്റ് നോക്കാം. അതിൽ പറയുന്നുണ്ട് ഒരു സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറയുന്നത് കോഴ്സ് ഓഫ് ബിസിനസ്സിലോ അല്ലെങ്കിൽ അത് ഫർദറൻസ് ഓഫ് ബിസിനസ്സിൽ ഒരു എലമെൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ എന്തായിട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ? ഒരു സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇതൊരു പേഴ്സണൽ മാറ്ററാണ്. അതൊരിക്കലും കോഴ്സ് ഓഫ് ബിസിനസ്സോ അല്ലെങ്കിൽ ഫർദറൻസ് ഓഫ് ബിസിനസ്സോ അല്ല. അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്ററാണ്. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസ് ആണോ ഇവിടെ അദ്ദേഹത്തിൻ്റെ ബ്രദർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? അല്ല. അതുകൊണ്ട് നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കില്ല? അതിനെ സപ്ലൈ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. എ ട്രസ്റ്റ് വിച്ച് പ്രൊവൈഡ്സ് ഫ്രീ ഐ ട്രീറ്റ്മെൻറ്റ് ഫോർ പുവർ പീപ്പിൾ ഡൊണേറ്റ്സ് ക്ലോത്ത്സ് ആൻഡ് ടോയ്സ് ടു ചിൽഡ്രൻ ലിവിങ് ഇൻ എ സ്ലം ഏരിയ. ഇതിനെ നമുക്ക് സപ്ലൈ ആയിട്ട് പറയാനായിട്ട് സാധിക്കുമോ? ഒരു ട്രസ്റ്റാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്.
എങ്ങനെയാണ് ഫ്രീ ഐ ട്രീറ്റ്മെൻറ്റ് പുവർ പീപ്പിളിന് ഡൊണേറ്റ് ആയിട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ ക്ലോത്ത്സ് ആൻഡ് ടോയ്സ് കുട്ടികൾക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് സ്ലം ഏരിയയിലുള്ള ഒരു സ്ഥലത്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് ട്രസ്റ്റാണ്. അതിനെ നമുക്ക് സപ്ലൈ എന്ന് പറയാനായിട്ട് സാധിക്കുമോ? സപ്ലൈ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ട്രസ്റ്റിൻ്റെ ഓപ്പറേഷൻ അല്ല അത്, ഇതൊരു ഡൊണേഷനാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ ലഭിക്കുന്നുണ്ടോ? രണ്ടാമത്തെ എലമെൻ്റായിട്ടുള്ള കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇല്ല, ഡൊണേഷനാണ്, സംഭാവനയായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിന് നമുക്കൊരിക്കലും കൺസിഡറേഷൻ ഇല്ലാത്തത് കൊണ്ടും അതോടൊപ്പം തന്നെ ഷെഡ്യൂൾ 1 പറഞ്ഞിട്ടുള്ളൊരു ഫാക്ടർ അല്ല. അതുകൊണ്ട് നമുക്കിതിനെ എന്തായിട്ട് പറയാനായിട്ട് സാധിക്കില്ല? സപ്ലൈ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. നോട്ട് ഫോർ കൺസിഡറേഷൻ, നോട്ട് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 1, ഹെൻസ് നോട്ട് എ സപ്ലൈ. കൺസിഡറേഷൻ ഇല്ല, അതിന് പുറമെ ഷെഡ്യൂൾ 1 പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കില്ല? സപ്ലൈ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വൺ, അരവിന്ദ് പ്രൊഡക്റ്റ് ലിമിറ്റഡ് ഹാവ് എ ഫാക്ടറി ഇൻ ചെന്നൈ ആൻഡ് എ ഡിപ്പോ ഇൻ ബാംഗ്ലൂർ. ബോത്ത് ആർ രജിസ്റ്റർഡ് ഇൻ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ്. Finished goods are sent from Chennai to Bangalore depot without a consideration so that it can be sold to customer of Karnataka. ഇവിടെ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നോട്ട് ചെയ്യേണ്ടത്, അരവിന്ദ് പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ചെന്നൈയിലുള്ള ഒരു ഫാക്ടറിയാണ്. അതിൻ്റെ ഡെപ്പോ എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഇവ രണ്ടും എങ്ങനെയുള്ളതാണ്? റെസ്പെക്റ്റീവ് സ്റ്റേറ്റിൻ്റെ ഒരു ലെജിസ്ലേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ചെന്നൈയിലെയും അതുപോലെ തന്നെ ബാംഗ്ലൂരിലെയും ഓർഗനൈസേഷൻ. ഫിനിഷ്ഡ് ഗുഡ്സ് ആർ സെൻഡ് ഫ്രം ചെന്നൈ ടു ബാംഗ്ലൂർ ഡിപ്പോ വിത്തൗട്ട് കൺസിഡറേഷൻ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി സോൾഡ് ടു കസ്റ്റമേഴ്സ് ഓഫ് കർണാടക. ചെന്നൈയിലുള്ള ആ ഒരു പ്ലാന്റിൽ നിന്നാണ് ബാംഗ്ലൂരിലേക്കുള്ള ഡിപ്പോയിലേക്ക് എന്തിനു വേണ്ടിയിട്ട് വിൽക്കുന്നത്? സപ്ലൈ ചെയ്യുന്നത്, ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത് അവിടെ വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കുമോ? സപ്ലൈ എന്ന് പറയുന്നത് പറയാനായിട്ട് സാധിക്കുമോ? കൺസിഡറേഷൻ ഒന്നും ഇല്ലാതെയാണ് ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ ഡിപ്പോയിലേക്ക് ഈ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്. പക്ഷേ അവിടെ കർണാടകയിൽ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാംഗ്ലൂർ ഡിപ്പോയിലേക്ക് ഈ ഗുഡ്സ് അയക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് സപ്ലൈ എന്ന് പറയാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം, അല്ലേ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് സെക്ഷൻ 7 പ്രകാരം CGST ആക്ട് പ്രകാരം അതിനെ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കും? സപ്ലൈ എന്ന് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് സപ്ലൈ എന്ന് ഞാൻ പറയാനുള്ള കാരണം? ഇത് ഫാക്ടറി അറ്റ് ചെന്നൈ ആണ്, ബാംഗ്ലൂരിലാണ് അതിൻ്റെ ഡിപ്പോ, അല്ലേ? It is the establishment of distinct persons as per section 25 of CGST Act. ഇതിൽ പേഴ്സൺസ് എന്ന് പറയുന്നത് ഒന്ന് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ചെന്നൈ ആണ്, മറ്റേതൊരു ഡിപ്പോ ആണ്, അല്ലേ? ബാംഗ്ലൂരിലെ ഒരു ഡിപ്പോ. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അത് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ സെക്ഷൻ 25 പ്രകാരം CGST ആക്ട് പ്രകാരം ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. ഹെൻസ് സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ. പക്ഷേ അവിടെ കൺസിഡറേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അത് ഷെഡ്യൂൾ 1 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് കൺസിഡറേഷൻ ഇല്ലെങ്കിലും സെക്ഷൻ 7 CGST ആക്ട് പ്രകാരം അതിനെ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കും? സപ്ലൈ എന്ന് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ, റെൻറ്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, മൂവ് ചെയ്യാൻ പറ്റാത്ത പ്രോപ്പർട്ടീനെയാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അത് നമ്മൾ റെൻറ്റിന് കൊടുക്കുകയാണ്. ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കും? സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് സെക്ഷൻ 7 CGST ആക്ട് പ്രകാരം നമുക്ക് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ഇൻ ഗുഡ്സ് വിത്തൗട്ട് എ ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇൻ ഗുഡ്സ്. ഗുഡ്സിൻ്റെ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ടൈറ്റിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷേ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിലും അതിൻ്റെ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്തത് കൊണ്ട് അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇൻ ഗുഡ്സ് അണ്ടർ ആൻ അഗ്രിമെൻറ്റ് വിച്ച് സ്റ്റിപ്പുലേറ്റ്സ് ദാറ്റ് പ്രോപ്പർട്ടി ഷാൽ പാസ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ഇവിടെ ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ട ഒരു എഗ്രിമെൻ്റ് ആണ് വന്നിട്ടുള്ളത്. വിച്ച് സ്റ്റിപ്പുലേറ്റ്സ് ദാറ്റ് പ്രോപ്പർട്ടി ഷാൽ പാസ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. പിന്നീട് ഫ്യൂച്ചർ ഡേറ്റിൽ ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അതിന് നമുക്ക് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ടൈറ്റിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്, ഫ്യൂച്ചർ ഡേറ്റിൽ അതിൻ്റെ ഒരു ഇഫക്റ്റീവ്നെസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് സെക്ഷൻ 7 CGST ആക്ട് പ്രകാരം എന്തായിട്ട് പറയാനായിട്ട് സാധിക്കും? സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയാനായിട്ട് സാധിക്കും.
Goods are forming part of the business assets are transferred under directions of person carrying on business for consideration. ഇവിടെ കൺസിഡറേഷൻ ഉണ്ട്, അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. കൺസിഡറേഷനോട് കൂടിയിട്ടാണ് സപ്ലൈ ചെയ്തിട്ടുള്ളത്. അത് എങ്ങനെയുള്ള ഗുഡ്സ് ആണ്? ഗുഡ്സ് ആർ ഫോമിങ് പാർട്ട് ഓഫ് ദ ബിസിനസ് അസറ്റ്സ്. ബിസിനസ് അസറ്റ്സ് ബിസിനസ്സിനോട് ഒരു ഫോമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആണ് നടന്നിട്ടുള്ളത്. ആൻഡ് ട്രാൻസ്ഫേർഡ് അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് എ പേഴ്സൺ. സെക്ഷൻ 25 പറഞ്ഞുള്ള ഒരു പേഴ്സണിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഒരു ബിസിനസ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് ദ കോഴ്സ് ഓഫ് ദ ബിസിനസ്. അതിന് വേണ്ടിയിട്ട് കൺസിഡറേഷനോട് കൂടിയിട്ട് ഇത് സപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിനെ നമുക്ക് സെക്ഷൻ 7 CGST ആക്ട് പ്രകാരം എന്തായിട്ട് പറയാനായിട്ട് സാധിക്കും? സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആയില്ലേ? ഗുഡ്സ് വർത്ത് ₹20,000 സപ്ലൈഡ് ബൈ എ ട്രേഡർ ഓൺ ഹയർ പർച്ചേസ് സിസ്റ്റം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താണ്? ഗുഡ്സ് 20,000 രൂപ വിലയുള്ള ഗുഡ്സാണ് ഒരു ട്രേഡർ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കും? സപ്ലൈ ഓഫ് ഗുഡ്സ് ഓൺ ഹയർ പർച്ചേസ് സിസ്റ്റം ഷാൽ ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നത് ഗുഡ്സ് വർത്ത് ₹20,000 കോസ്റ്റ് ഉള്ളതാണ് ഒരു ട്രേഡർ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അത് കോഴ്സ് ഓഫ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20,000 ആണ്. അതുകൊണ്ട് തന്നെ ഗുഡ്സ് എന്ന് പറയുന്നത്, സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്? ഒരു ഹയർ പർച്ചേസ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കും? സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും എക്സാമ്പിളിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസും, അതായത് സെക്ഷൻ 7 CGST ആക്ട് പ്രകാരം ഈ സപ്ലൈ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു റിവിഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ 3 എലമെൻറ്റ്, എല്ലാ എലമെൻറ്റും പറഞ്ഞിട്ട് അതിൽ 3 എലമെൻ്റാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്. ഏതൊക്കെയാണ്? ഗുഡ്സ്, സർവീസ്, കൺസിഡറേഷൻ. ഈ കൺസിഡറേഷനിൽ തന്നെ മോണിറ്ററി കൺസിഡറേഷനും നോൺ മോണിറ്ററി കൺസിഡറേഷനും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കേസ് സ്റ്റഡിയാണ് പറയുന്നത്. അതായത് മുമ്പ് പറഞ്ഞിരുന്ന പ്രൊവിഷനോട് റിലേറ്റഡ് ആയിട്ട് ഇപ്പം പറയുന്ന ഐറ്റം എന്ന് പറയുന്നതിന് നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കുമോ? സപ്ലൈ എന്ന് പറയാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എക്സാമ്പിൾ നമുക്ക് പേജ് നമ്പർ 252 നോക്കാം. കേസ് സ്റ്റഡികൾ തന്നെയാണ്. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് ഈസ് എ സപ്ലൈ. താഴെ പറയുന്ന കേസുകൾ സപ്ലൈ ആണോ എന്ന് നമ്മളോട് നോക്കാനായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, അർജുൻ ലിമിറ്റഡ് ഓൺസ് എ കമ്പ്യൂട്ടർ. ഇറ്റ് ഈസ് ഗിവൺ ഓൺ റെൻറ്റ് ടു മിസ്റ്റർ ബാബു ബട്ട് ഓണർഷിപ്പ് ഈസ് നോട്ട് ട്രാൻസ്ഫേർഡ്. ഓൺലി ദ റൈറ്റ് ടു യൂസ് ഈസ് ട്രാൻസ്ഫേർഡ്. അർജുൻ ലിമിറ്റഡ് ആണ്, ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ്. കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ ഓൺ റെൻറ്റ് ടു മിസ്റ്റർ ബാബു. റെൻ്റലിന് വേണ്ടിയിട്ടാണ് മിസ്റ്റർ ബാബുവിന് ഇത് കൊടുത്തിട്ടുള്ളത്. മിസ്റ്റർ ബാബു ബട്ട് ഓണർഷിപ്പ് ഈസ് നോട്ട് ട്രാൻസ്ഫേർഡ്. ബാബുവിന് എന്ത് ചെയ്തിട്ടില്ല? ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടില്ല, പക്ഷേ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് സപ്ലൈ എന്ന് പറയാനായിട്ട് സാധിക്കുമോ? ഇത് റെൻ്റലിന് വേണ്ടിയിട്ട് കൊടുത്തത് കൊണ്ട് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ല, പക്ഷേ എന്താണ്? സപ്ലൈ ഓഫ് സർവീസാണ്. ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഇറ്റ് ഈസ് എ കേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് ഓണർഷിപ്പ് അല്ല, പിന്നെ എന്താണ്? റൈറ്റ് ടു യൂസ്, ഉപയോഗിക്കാനുള്ള റൈറ്റാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തായിട്ട് പറയാം? സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ, എക്സ് ലിമിറ്റഡ് ആൻഡ് വൈ ലിമിറ്റഡ് ഓൺ എ ഫാക്ടറി. എക്സ് ലിമിറ്റഡ് ട്രാൻസ്ഫേഴ്സ് ഇറ്റ്സ് എ ഷെയർസ് ഇൻ ദ ഫാക്ടറി ടു മിസ്റ്റർ സെഡ് ബട്ട് വൈ ലിമിറ്റഡ് റീറ്റെയിൻസ് ഇറ്റ്സ് എ ഷെയർ. എക്സ് ലിമിറ്റഡും വൈ ലിമിറ്റഡും ഒരു ഫാക്ടറിയുടെ ഓണേഴ്സാണ്. എക്സ് ലിമിറ്റഡ് ആൻഡ് വൈ ലിമിറ്റഡ്, 2 കമ്പനിയുണ്ട്. എക്സ് ലിമിറ്റഡും വൈ ലിമിറ്റഡും, അവർക്ക് 2 പേർക്കും എന്തുണ്ട്? ഒരു ഫാക്ടറി ഉണ്ട്. എക്സ് ലിമിറ്റഡ് ട്രാൻസ്ഫേഴ്സ് ഇറ്റ്സ് ഷെയർ ഇൻ ദ ഫാക്ടറി ടു മിസ്റ്റർ സെഡ്. എക്സ് എന്ത് ചെയ്തു? അവരുടെ ഷെയർസ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്തു? മിസ്റ്റർ സെഡിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. എക്സ് ലിമിറ്റഡ് ട്രാൻസ്ഫേഴ്സ് ഇറ്റ്സ് ഷെയർസ് ഇൻ ദ ഫാക്ടറി ടു മിസ്റ്റർ സെഡ്. സെഡിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ബട്ട് വൈ ലിമിറ്റഡ് റീറ്റെയിൻ ഇറ്റ്സ് എ ഷെയർ. പക്ഷേ വൈ ലിമിറ്റഡ് എന്താണ് ചെയ്തിട്ടത്? ആ ഷെയർ റീറ്റെയിൻ ചെയ്തു. ഈ കേസിൽ നമുക്ക് സപ്ലൈ എന്ന് പറയുന്നത് വരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇറ്റ് ഈസ് എ സപ്ലൈ ഓഫ് സർവീസ്. ഒരിക്കലും ഗുഡ്സ് അല്ല. എന്താണ് വരുന്നത്? സപ്ലൈ ഓഫ് സർവീസ് ആണ് വരുന്നത്. എന്താണ് സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയാനുള്ള കാര്യം? അതായത് ആ എക്സ് ലിമിറ്റഡിൻ്റെ ഷെയർ ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്? മിസ്റ്റർ സെഡിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു എന്നുണ്ടെങ്കിലും അതിൽ വൈ ലിമിറ്റഡ് എന്താ ചെയ്തിട്ടുള്ളത്? ആ ഷെയർ റീറ്റെയിൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്.
അതുകൊണ്ടാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, അത് ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ഇൻ ഗുഡ്സ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ ഇതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടില്ല. വൈ ലിമിറ്റഡ് ആ ഷെയർ റീറ്റെയിൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, എ ലിമിറ്റഡ് ഈസ് എ മാർക്കറ്റിംഗ് കമ്പനി. ഇറ്റ്സ് ഷെയർ ആർ ഹെൽഡ് ബൈ മിസ്റ്റർ എ ആൻഡ് ഹിസ് ഫാമിലി മെമ്പേഴ്സ്. എ ലിമിറ്റഡ് ഓൺസ് 20 computers, of which 2 computers are given by Mr. A to his friend for his personal use. Ownership is not transferred. The transfer is without any consideration. അതിനെ നമുക്ക് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. ഇതാണ് ചോദ്യം. എ ലിമിറ്റഡ് എങ്ങനെയുള്ള ഓർഗനൈസേഷനാണ്? മാർക്കറ്റിംഗ് കമ്പനിയാണ്. അദ്ദേഹത്തിൻ്റെ ഇറ്റ്സ് ഷെയർസ് ആർ ഹെൽഡ് ബൈ മിസ്റ്റർ എ ആൻഡ് ഹിസ് ഫാമിലി മെമ്പേഴ്സ്. എ ലിമിറ്റഡിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് മിസ്റ്റർ എക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് അതിലുള്ള മെമ്പേഴ്സ്. എ ലിമിറ്റഡിന് 20 കമ്പ്യൂട്ടറുണ്ട്. അതിൽ 2 കമ്പ്യൂട്ടർ മിസ്റ്റർ എ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിന് യൂസ് ചെയ്യാനായിട്ട്, അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ അതിന് എന്ത് ലഭിച്ചിട്ടില്ല? കൺസിഡറേഷൻ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇത് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് കൺസിഡറേഷൻ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഷെഡ്യൂൾ 1 എന്ന് പറയുന്ന അതിലെ സ്പെസിഫിക് കണ്ടീഷനിൽ പെടുന്നത് കൊണ്ട് മിസ്റ്റർ എ എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സും ചേർന്നതാണ് എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിന് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാതെ വിത്തൗട്ട് എനി കൺസിഡറേഷനിലാണ് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? സെക്ഷൻ 7 CGST ആക്ട് പ്രകാരം സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. Mr. A transfers 1000 debentures of X Limited to B for rupees 4,25,000. ഇവിടെ നമുക്ക് കൺസിഡറേഷൻ ലഭിച്ചിട്ടുണ്ട്. 4,25,000 രൂപയാണ് കൺസിഡറേഷനായിട്ട് ലഭിച്ചിട്ടുള്ളത്. മിസ്റ്റർ എ ആണ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? മിസ്റ്റർ എ ട്രാൻസ്ഫേഴ്സ് 1000 debentures of X Limited. എക്സ് ലിമിറ്റഡിൻ്റെ 1000 ഡിബഞ്ചേഴ്സ് മിസ്റ്റർ എ ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു? മിസ്റ്റർ ബിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. കൺസിഡറേഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കുമോ? സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. ഡിബഞ്ചേഴ്സ് ആർ നോട്ട് ഗുഡ്സ്. ഗുഡ്സ് എന്ന് പറയുന്നതിൽ ഡിബഞ്ചേഴ്സ് പെടും. നമ്മൾ പറഞ്ഞത് എന്താ? ഗുഡ്സ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ എന്താ പറഞ്ഞുള്ളത്? സെക്ഷൻ 2 സബ്സെക്ഷൻ 52 പ്രകാരം ഗുഡ്സ് എന്ന് പറയുമ്പോൾ മൂവബിൾ പ്രോപ്പർട്ടി ആവാം, പക്ഷെ മണിയോ സെക്യൂരിറ്റീസോ എന്തായിട്ട് പെടുത്താനായിട്ട് പറ്റില്ല? ഗുഡ്സ് ആയിട്ട് പെടുത്താനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഇവിടെ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഗുഡ്സ് ആണോ? ഗുഡ്സ് അല്ല. സെക്ഷൻ 2 സബ്സെക്ഷൻ 52 പ്രകാരം അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല? ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇറ്റ് ഈസ് നോട്ട് എ സർവീസ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 2(102). അതായത് ഇതിനെ നമുക്ക് സർവീസായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? അതും നമുക്ക് പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് എ സർവീസ്. സർവീസിൽ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ്ക്ലൂഡ് ചെയ്യുന്നത് ഗുഡ്സും നമ്മൾക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതോടൊപ്പം തന്നെ മണിയോ സെക്യൂരിറ്റീസിനെയോ നമുക്ക് സർവീസ് എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ 102 പ്രകാരവും ഈ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നതിന് നമുക്ക് എന്തായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല? സർവീസ് ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഹെൻസ് ട്രാൻസ്ഫർ ഓഫ് ഡിബഞ്ചേഴ്സ് ഈസ് നോട്ട് സബ്ജക്റ്റ് ടു GST. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഡിബഞ്ചേഴ്സ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് GST ആക്ട് പ്രകാരം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. സപ്ലൈ ഓഫ് ഗുഡ്സോ സപ്ലൈ ഓഫ് സർവീസോ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. Okay, next one, on 25th July 2019, Mr. Ravi transfers a plot of land to Sri Rahim for rupees 45 lakh. 45 ലക്ഷം കൺസിഡറേഷനിലാണ് ഈ പ്രോപ്പർട്ടി വിറ്റുള്ളത്, അല്ലേ? ഓൺ 25th July 2019, ജൂലൈ 25, 2019 മിസ്റ്റർ രവി ഈ ഒരു പ്ലോട്ടാണ് വിറ്റിട്ടുള്ളത്. അപ്പോൾ ഈ ലാൻഡ് എന്ന് പറയുന്നത് മൂവബിൾ പ്രോപ്പർട്ടി ആണോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണോ? അതാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യം. ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ്, അല്ലേ? അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമുക്ക് GST ആക്ട് പ്രകാരം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല? സെക്ഷൻ 2 സബ്സെക്ഷൻ 52 പ്രകാരം ഗുഡ്സ് എന്ന് പറയുന്ന ഐറ്റത്തിൽ പെടുത്താൻ പറ്റുമോ? അത് ഡെഫിനിഷനിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. മൂവബിൾ പ്രോപ്പർട്ടീനെ മാത്രമേ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ലാൻഡ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടിയാണ്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഗുഡ്സ് എന്ന് പറയുന്ന ഡെഫിനിഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം.
Mr. Gupta is a flower dealer in Madurai. He sells roses for decoration purpose for rupees 1 lakh to an interior decorator. ഗുപ്ത എന്ന് പറയുന്നത് ഒരു ഡീലറാണ്, ഫ്ലവർ ഡീൽ ചെയ്യുന്ന മധുരയിലുള്ള ഒരു പേഴ്സണാണ് ഗുപ്ത എന്ന് പറയുന്നത്. അദ്ദേഹം ഡെക്കറേഷന് വേണ്ടിയിട്ട്, ഇൻറ്റീരിയർ ഡെക്കറേഷന് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപയുടെ ഫ്ലവേഴ്സ്, റോസസ് വിറ്റിട്ടുണ്ട്. അത് നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളോട് ചോദ്യം. എന്താണ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറയുന്നതിൽ പെടുത്താനായിട്ട് പറ്റുമോ? ഫ്ലവേഴ്സ് ആർ ഗുഡ്സ് ഫോർ GST പർപ്പസ്. GST പർപ്പസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റമാണ്, അതായത് മൂവബിൾ പ്രോപ്പർട്ടിയാണ്, മണിയോ സെക്യൂരിറ്റിയോ അല്ല. അതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സിനെ നമുക്ക് എന്തിൻ്റെ ഡെഫിനേഷനിൽ പെടുത്താം? സെക്ഷൻ 2 സബ്സെക്ഷൻ 52 പ്രകാരം ഗുഡ്സ് എന്ന് പറയുന്ന ഡെഫിനേഷനിൽ പെടുത്താം. ബട്ട് നോട്ടിഫൈഡ് GST റേറ്റ് ഫോർ സപ്ലൈ ഓഫ് ഫ്ലവേഴ്സ് ഇസ് നിൽ. പക്ഷേ ഇവിടെ എക്സംപ്റ്റഡ് സപ്ലൈ ആണ് ഏത് വരുന്നത്? ഈ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഫ്ലവേഴ്സിന് GST പ്രകാരം റേറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞ മുമ്പ് നമ്മൾ ഡെഫിനേഷനിൽ പഠിച്ചിട്ടില്ലേ, ആ ഡെഫിനേഷനിലാണ് ഏത് ഐറ്റം വരുന്നത്? ഫ്ലവേഴ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ GST എന്ന് പറയുന്നതിൽ സപ്ലൈ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നതിന് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഈ ഫ്ലവേഴ്സ് ഓഫ് റോസസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് GST പ്രകാരം ടാക്സബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് പറ്റില്ല? സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് വൺ, മിസ്റ്റർ അശോക് took a housing loan from a bank of rupees 50 lakhs at a rate of interest of 12%. Document charges rupees 10,000 was paid to bank on taking loan. അപ്പോൾ ഇവിടുത്തെ കേസ് സ്റ്റഡി എന്താണ്? അശോക് ഒരു ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ട്, ബാങ്കിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ ലോണാണ് എടുത്തിട്ടുള്ളത്. ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്, അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 12%. ഡോക്യുമെൻറ്റേഷൻ ചാർജ് 10,000 രൂപയാണ് ബാങ്കിന് കൊടുത്തിട്ടുള്ളത്. ഈ ലോൺ എടുക്കാനുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ ചാർജ് 10,000 രൂപ കൊടുത്തിട്ടുണ്ട്. ഇത് GST ആക്ട് പ്രകാരം സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറയുന്നതിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം, അല്ലേ? ഇവിടെ ടേക്കിംഗ് എ ലോൺ ഫ്രം എ ബാങ്ക് ഈസ് നോട്ട് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസിൽ പെടുന്നതാണോ ലോൺ എന്ന് പറയുന്നത്? അല്ല. ഹെൻസ് GST ഈസ് നോട്ട് അപ്ലിക്കബിൾ. അതുപോലെ തന്നെ ഈ ലോൺ എന്ന് പറയുന്നതിൽ GST എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. ബട്ട് ഡോക്യുമെൻറ്റ് ചാർജസ് ഈസ് പെയ്ഡ് ഈസ് സബ്ജക്റ്റ് ടു GST. പക്ഷേ GST എന്ന് പറയുന്നതിൽ ലോൺ പെടുന്നില്ലെങ്കിലും ഡോക്യുമെൻറ്റേഷൻ ചാർജ് എന്ന് പറയുന്നത് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഒരു കോഡ് ഓഫ് കണ്ടക്റ്റിൽ, കോഡ് ഓഫ് ബിസിനസ്സിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് ഈ ഡോക്യുമെൻറ്റേഷൻ ചാർജ് എന്ന് പറയുന്നത് ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? GST ആക്ട് പ്രകാരം വരുന്നതാണ്. അതുകൊണ്ട് GST എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റേഷൻ ചാർജിൽ, സർവീസ് പ്രൊവൈഡഡിൽ നമുക്ക് GST അപ്ലിക്കബിൾ ആയിട്ട് വരും. നെക്സ്റ്റ് വൺ, X is a registered person under GST Act. He sold 50 non-stick cookware to Z for rupees 800 per unit. Z is not a registered person under GST. ഇവിടെ വരുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. GST ആക്ട് പ്രകാരമുള്ള സെക്ഷൻ 25 പറയുന്ന ഒരു പേഴ്സൺ ആണ് ആര്? എക്സ് എന്ന് പറയുന്നത്. അദ്ദേഹം 50 നോൺ സ്റ്റിക്ക് കുക്ക് വെയർ ആണ് ആർക്ക് വിറ്റത്? സെഡിന് വിറ്റത്. എത്ര എണ്ണം വിറ്റിട്ടുണ്ട്? 50 നോൺ സ്റ്റിക്ക് കുക്ക് വെയർ സെഡിന് വിറ്റിട്ടുണ്ട്. ഒരു കുക്ക് വെയറിന് എത്ര രൂപ വെച്ചിട്ടാണ് വിറ്റുള്ളത്? 800 രൂപ വെച്ചിട്ടാണ് വിറ്റുള്ളത്. അപ്പോൾ അവിടെ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഉണ്ട്. പക്ഷേ സെഡ് എന്ന് പറയുന്നത് എന്താണ്? രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല. GST ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല. അപ്പോൾ സപ്ലൈ ചെയ്തിട്ടുള്ള സപ്ലയർ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. പക്ഷേ റെസിപ്പിയൻ്റ് എന്ന് പറയുന്ന ആൾ എങ്ങനെയുള്ളതല്ല? ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ അദ്ദേഹത്തിനെ നമുക്ക് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിൽ പെടുത്താനായിട്ട് പറ്റുമോ എന്നുള്ളതാണ്. സപ്ലൈ ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ ടു എൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഈ സബ്ജക്റ്റ് ടു GST. രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് സപ്ലൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ GST ആക്ട് പ്രകാരം സപ്ലൈ ചെയ്തിട്ടുള്ളത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആയതുകൊണ്ട് നമുക്ക് എന്തിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്? നമ്മളുടെ GST ആക്ട് പ്രകാരം അക്കോർഡിംഗ് ടു സെക്ഷൻ 7 CGST ആക്ട് 2017 പ്രകാരം ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പം ഞാൻ വളരെയധികം കഴിഞ്ഞ സെഷനിലും ഈ സെഷനിലും പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ പ്രകാരം സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നതിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുക എന്ന് എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലാക്കത്തക്ക വിധത്തിൽ കുറച്ച് എക്സാമ്പിളുകൾ കേസ് സ്റ്റഡി ആയിട്ട്
ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാവുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് 2 3 ആയിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അത് നേരത്തെ പറഞ്ഞ പ്രൊവിഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡികളാണ്. ഇനി കുറച്ച് കേസ് സ്റ്റഡികളിലും കൂടി നമുക്ക് നോക്കണം. അതായത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത് ഓരോ സ്റ്റുഡൻസിനും ഐഡൻറ്റിഫൈ ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനും കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ തന്നെ ഇനിയുള്ള സ്റ്റഡികൾ നമുക്ക് GST പ്രകാരം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റിൽ വളരെയധികം കേസ് സ്റ്റഡീസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഞാൻ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള എക്സാമ്പിൾ കേസ് സ്റ്റഡി ബേസ് ചെയ്തിട്ടാണ് ഡിസ്കസ് ചെയ്തത്. പിന്നീട് ഇല്ലസ്ട്രേഷൻ 5 നമ്മൾ ചെയ്തിട്ടുള്ളത് സപ്ലൈ ഓഫ് സർവീസിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള കുറച്ച് കേസ് സ്റ്റഡികളാണ് ഉള്ളത്. ഇനി ബാക്കിയുള്ള എക്സാമ്പിൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോഴത്തേക്കും നിങ്ങൾ ഒരു അസൈൻമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് തരാണ്. കഴിഞ്ഞ സെഷനുകളിൽ പറഞ്ഞിട്ടുള്ള, അതായത് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തുടങ്ങി പഠിച്ചിട്ടുള്ള ഭാഗങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് പഠിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ആ തിയറി കറക്റ്റായിട്ട് മനസ്സിലാവുമ്പോഴേ എങ്ങനെയാണ് ഇത് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അതൊന്നും കൂടി റിവൈസ് ചെയ്ത് വന്നിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള എക്സാമ്പിളുകൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് ഞാൻ പോകുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച് വരാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.